വെനസ്വേലയിൽ വീണ്ടും ആക്രമണം. പ്രസിഡന്റിന്റെ വസതിക്ക് സമീപം വെടിവെച്ച് കേട്ടു. താൻ കുറ്റക്കാരനല്ലെന്നും നിരപരാധിയാണെന്നും ഇപ്പോഴും തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണെന്നും നിക്കോളസ് മഡൂറോ ന്യൂയോർക്ക് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ ആക്രമണം. മഡൂറോയെ മാർച്ച് 17-നാണ് വീണ്ടും ന്യൂയോർക്ക് കോടതിയിൽ ഹാജരാക്കുക. വെനസ്വേലൻ ജനതയോട് ശാന്തരായിരിക്കാൻ ആഹ്വാനം ചെയ്ത് ഇടക്കാല പ്രസിഡന്റ്. സൈനിക നടപടിയിലൂടെ അമേരിക്ക തടവിലാക്കിയ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കയിലെ കോടതിയിൽ ഹാജരാക്കി. മയക്കുമരുന്ന്, തീവ്രവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, യന്ത്രത്തോക്കുകൾ എന്നിവ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് മഡൂറോ. താൻ നിരപരാധിയാണ്, കുറ്റമൊന്നും ചെയ്തിട്ടില്ല, മാന്യനായ വ്യക്തിയാണ്, താനിപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണെന്നാണ് മഡൂറോ കോടതിയോട് വിശദമാക്കിയത്. മഡൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും മയക്കുമരുന്ന് കടത്തൽ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. മഡൂറോയും കൂട്ടരും ചേർന്ന് ആയിരക്കണക്കിന് ടൺ കൊക്കൈൻ യുഎസിലേക്ക് കടത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് 25 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ വാദം കേൾക്കുന്നതിനായി മഡൂറോയെ മാർച്ച് 17-ന് വീണ്ടും ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. തടവുകാരുടെ വേഷത്തിലാണ് മഡൂറോയെ കോടതിയിൽ എത്തിച്ചത്. മഡൂറോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും മുദ്രാവാക്യം വിളികളോടെ നിരവധി പേരാണ് കോടതി പരിസരത്തേക്ക് എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.